നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ സല്യൂട്ട് ദ പാരന്റ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് നിർവഹിച്ചു. സ്കൂളിലെ 2023-24 അക്കാദമിക വർഷത്തെ പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും അവർക്ക് പ്രോത്സാഹനം നൽകുന്ന രക്ഷിതാക്കളെയും ആദരിക്കുന്ന പരിപാടിയാണ് സല്യൂട്ട് ദ പാരന്റ്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ശ്രീ C. രവീന്ദ്രനാഥിന് ലസിത ടീച്ചറും EK തോമസ് മാസ്റ്ററും MR ദിനേശനും ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു. സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ, വലപ്പാട് AEO MA മറിയം, വലപ്പാട് BPC സിന്ധു ടീച്ചർ, വാർഡ് മെമ്പർ PV സെന്തിൽകുമാർ, PTA പ്രസിഡന്റ് സജനി മുരളി, സ്റ്റാഫ് സെക്രട്ടറി PR പ്രിയ ടീച്ചർ, മാതൃസംഘം പ്രസിഡന്റ് സച്ചു ജയരാജ്, CJ ജെനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണിയിലെ വിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ജപ്തി വിരുദ്ധ ജനകീയ സമിതി ആവശ്യപ്പെട്ടു. വിഷ്ണുവിന്റെ മരണം ആത്മഹത്യയല്ല, മറിച്ച് അത് കടബാധ്യതയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നടത്തിയ കൊലപാതകമാണെന്നും മരണത്തിന് ഉത്തരവാദികളായ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പേരിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് സർക്കാർ വകുപ്പ് തല കേസെടുക്കണമെന്നും ജപ്തി വിരുദ്ധ ജനകീയ സമിതി ആവശ്യപ്പെട്ടു. വിഷ്ണു വിനയന്റെ മരണത്തിന് ഉത്തരവാദികളായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക, വിഷ്ണുവിന്റെ കുടുംബത്തെ റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയ സംഘത്തെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന് നേതൃത്വം വഹിച്ച സൗത്ത് ഇന്ത്യൻ ബാങ്ക് റിക്കവറി ഓഫീസർ അക്ഷയിനെ ബാങ്കിൽ നിന്ന് പുറത്താക്കുക, വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ കടബാധ്യതകൾ മുഴുവൻ എഴുതിത്തള്ളുക, പാർപ്പിടങ്ങൾ ജപ്തി ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധം, ജനദ്രോഹപരമായ സർഫേസി ആക്ട് റദ്ദു ചെയ്യുക, ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയ ബന്ധം അവസാനിപ്പിക്കുക, വൻകിട കുത്തകകളുടെ ലക്ഷക്കണക്കിന് കോടി രൂപ എഴുതിത്തള്ളുന്ന കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു ജപ്തി വിരുദ്ധ ജനകീയ സമിതി കാഞ്ഞാണിയിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. കവയത്രിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ബൽക്കീസ് ബാനു യോഗം ഉദ്ഘാടനം ചെയ്തു. സമിതി ജനറൽ കൺവീനർ MA ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ദിശ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. കുമാർ അന്തിക്കാട്, സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VC വത്സൻ, പൊതുപ്രവർത്തകരായ TR രമേഷ് കുമാർ, സരസ്വതി വലപ്പാട്, ഷാജു കാഞ്ഞാണി, സുരേഷ് വലപ്പാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമിതി പ്രവർത്തകരായ ഷാൻ സിംഗ്, പ്രസാദ് അന്തിക്കാട്, നീതു അനിൽ തളിക്കുളം, ശൈലജ പെരുമ്പിളിശ്ശേരി, ഷൈനി തിരുമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി. 31,37,50,402 രൂപ വരവും 28,86,97,364 രൂപ ചെലവും 25,53,38,000 രൂപ നീക്കിയിരിപ്പും കണക്കാക്കുന്ന മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്ക് 1.45 കോടി രൂപയും സേവന മേഖലയ്ക്ക് 12.72 കോടിയും പശ്ചാത്തല വികസനത്തിന് 4.66 കോടി രൂപയും പാർപ്പിട മേഖലയ്ക്ക് 4.26 കോടിയും കാർഷിക മേഖലയ്ക്ക് 92.18 ലക്ഷം, മൃഗസംരക്ഷണത്തിന് 5.5 ലക്ഷം, വനിതാക്ഷേമത്തിന് 22.3 ലക്ഷം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 39.9 ലക്ഷം, ഹോമിയോ ഡിസ്പെൻസറിക്ക് കെട്ടിടം, സോളാർ പാനൽ എന്നിവയ്ക്ക് 13.5 ലക്ഷം, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് 10.82 ലക്ഷം, ഓൺലൈൻ സേവനങ്ങൾക്ക് 4.14 ലക്ഷം, പട്ടികജാതി ക്ഷേമത്തിന് 38.03 ലക്ഷം, മാലിന്യ നിർമ്മാർജ്ജനം 52.03 ലക്ഷം, കുടിവെള്ളം 32.04 ലക്ഷം, റോഡുകളുടെ നിർമ്മാണം 2.2 കോടി, സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ആരംഭിക്കുന്നതിന് 15.6 ലക്ഷം, സൗരഗ്രാമം പദ്ധതിക്ക് 15.5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. മാമ്പുള്ളി പൊറ്റേക്കാട്ട് നെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 28 ഉച്ചാൽ മഹോത്സവം സമാപിച്ചു. ഉത്സവ ദിവസം ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് 3-ന് പഞ്ചവാദ്യത്തോടുകൂടി 3 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ദീപാരാധന, അത്താഴപൂജ, കേളികൊട്ട്, ദേവിക്ക് രൂപക്കളവും പാട്ടും ഐവർകളിയും ഉണ്ടായി. പുലർച്ചെ ഐവർകളി നടക്കുന്ന മണ്ഡപത്തിൽ നിന്ന് താലവും പഞ്ചവാദ്യത്തോടും കൂടി പൂരം എഴുന്നള്ളിപ്പും തുടർന്ന് ഗുരുതിയും കനലാട്ടവും നടത്തി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. മുറ്റിച്ചൂർ കല്ലാറ്റുപുഴ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ ഉദയാസ്തമന പൂജ, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, എഴുന്നള്ളിപ്പിന് ശേഷം പ്രസാദൂട്ട് എന്നിവ നടന്നു. വടക്കേടത്ത് താമരപ്പള്ളി മനക്കൽ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പ്രതിഷ്ഠാദിനത്തിൽ പങ്കെടുത്തു. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന വടനപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഭാവന റാഫി കോർണറിന്റെ നേതൃത്വത്തിൽ തൃത്തല്ലൂർ സൈറിക്സ് കമ്പ്യൂട്ടർ അക്കാദമിയുടെ സഹകരണത്തോടെ സൗജന്യ കുടിവെള്ളം വിതരണം ആരംഭിച്ചു.
വരും ദിവസങ്ങളിൽ കുടിവെള്ളം ആവശ്യമായ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സൗജന്യ കുടിവെള്ളം വിതരണം വ്യാപിപ്പിക്കുമെന്നും വേനൽ തീരും വരെ തുടരുമെന്നും പ്രസിഡന്റ് വി കെ ഷംസുദ്ദീൻ, ജനറൽ സെക്രട്ടറി PM ഹംസ എന്നിവർ അറിയിച്ചു. പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ പൂജയും നടന്നു. യജ്ഞാചാര്യ രുക്മിണി സേതു സർവൈശ്വര്യ പൂജ ചടങ്ങിന് നേതൃത്വം വഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പ്രസാദ് ചേർത്തേടത്ത്, സെക്രട്ടറി ബാലകൃഷ്ണൻ പുറക്കോട്ട്, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് തണ്ടാശ്ശേരി, മണികണ്ഠൻ പുളിക്കത്തറ, തങ്കമണി പുറക്കോട്ട്, ബ്രിജു പള്ളിയിൽ, തങ്കമണി കോക്കാന്തറ, രവി, നികേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. കാഞ്ഞാണിയിൽ തത്രത്തിൽ പൊന്മാണി ജോസിന്റെ ഭാര്യ എമിലി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കാഞ്ഞാണി സെന്റ് തോമസ് LP സ്കൂളിലെ മുൻ അധ്യാപികയായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് കാഞ്ഞാണി സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ. ആന്റണി, ഡോക്ടർ ജീജ, ഷിജി ജെറാൾഡ്, നിമ്മി ഷാജൻ, ഹേപ്പി, ജീന എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.